Yes. Yes. Thank you. Shall we begin with prayer? നമുക്ക് We come before you in the mighty name of Jesus Christ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. Thank you that you love us. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട്, you are faithful to us. അങ്ങ് ഞങ്ങളോട് വിശ്വസ്തത കാണിക്കുന്നതിനായിട്ട് നന്ദി. Thank you that you have called us അങ്ങ് ഞങ്ങളെ in this journey, in this walk with you. ഈ ഒരു യാത്രയിൽ, അങ്ങയുടെ കൂടെയുള്ള ഈ യാത്രയിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചതിനായിട്ട് നന്ദി. We are indeed so glad, O Lord, that you have called us. അങ്ങ് ഞങ്ങളെ വിളിച്ചതിനായിട്ട് സത്യമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ദൈവമേ. We are so blessed to be your children, O Lord. അങ്ങയുടെ മക്കളായി ഇരിക്കുക ഞങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് ദൈവമേ. Lord, this day I pray that may you by your Spirit teach us your ways. കർത്താവേ, ഇന്നത്തെ ഈ ദിവസത്തിൽ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ വഴികളെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We are your children, we need your help, O Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. Thank you, in Jesus' name we pray. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Well, today I would like to talk to you about prayer. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയെ കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Well, you would say Pastor Jeffy taught us about prayer. Brother Sunil, you want to continue on that? ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചേക്കാം, സഹോദര സുനിലെ, പാസ്റ്റർ ജെഫി നമ്മളെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ, നിങ്ങളും ഇതിനെ കുറിച്ചാണോ പഠിപ്പിക്കാൻ പോകുന്നത്? Indeed, we learned about the prayer, the pattern of prayer which Jesus Christ taught us. അത് ശരിയാണ്. യേശു ക്രിസ്തു നമ്മളെ രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. You see, one of the misconceptions that many people have is that prayer, it is something which will automatically come. പല വ്യക്തികളുടെ മനസ്സിലിരിക്കുന്ന തെറ്റിദ്ധാരണ ഇങ്ങനെയാണ്, ഓ പ്രാർത്ഥനയോ അതങ്ങ് സാധാരണ രീതിയിൽ അങ്ങ് വന്നോളുമല്ലോ. I mean, you just have to open the mouth, start the അപ്പൊ ചിലർ അതിങ്ങ് വന്നോളൂ വന്നേ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ വണ്ടി അങ്ങ്. Some people who say that, well, God is our father and we can say anything to our father. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഓ ദൈവം നമ്മുടെ പിതാവല്ലേ, പിതാവിനോട് നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങ് പറയാമല്ലോ. Now, you see, as with all errors, this also has an element of truth in that, actually. പല തെറ്റായിട്ടുള്ള പഠിപ്പീരുകളില് ഉള്ളതുപോലെ തന്നെ ഈ ഒരു ധാരണയിലും ഒരു ചില സത്യം തന്നെ ഉണ്ട്. It is indeed true that God is not someone who is very distant. ഇത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ദൈവം ഒരു ദൂരെ ഇരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. In fact, Jesus Christ taught us to pray, in that he asked us to address God not as Almighty God, King of Kings. No, in fact, he taught us to address God as Father. യേശു കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞത്, സർവശക്തനായിട്ടുള്ള ദൈവമേ, രാജാധി രാജാവേ, അങ്ങനെയൊക്കെ സംബോധന ചെയ്യണം എന്നല്ല പഠിപ്പിച്ചത്. മറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുവാനാണ് പഠിപ്പിച്ചത്. Hallelujah, hallelujah for that great revelation.
ആ ഇത്ര വലിയ വെളിപാടിനായിട്ട് ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. We can approach God not as a judge but as the loving Father. ദൈവം ഒരു വലിയ ന്യായാധിപനാണല്ലോ എന്നുള്ള ഒരു ബോധത്തോടെ അല്ല, മറിച്ച് സ്നേഹമുള്ള ഒരു പിതാവാണല്ലോ എന്നുള്ള ബോധത്തോടെ തന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാമല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. But even as that is true, well, there are some other things also which we have to understand. ഇങ്ങനെ ഒരു സത്യം ഇരിക്കെ തന്നെ അതിന്റെ കൂടെ തന്നെ വേറെ ചില സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. For example, in the book of Ecclesiastes chapter 5, ഉദാഹരണത്തിന് സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തില് verses 1, 5-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. it says, guard your steps as you go to the house of God, draw near to listen rather than to offer the sacrifice of fools. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക, മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്, പരിജ്ഞാനമില്ലായ്കയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. For they consider not that they do evil. Verse 2. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Be not rash with your mouth and let not your heart be hasty to utter anything before God, for God is in heaven and you upon earth, therefore let your words be few. അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. Now I do understand that this was written before Jesus Christ came to this world. ഈ ഒരു വചനം സഭാപ്രസംഗി 5:1-2 അത് എഴുതിയപ്പെട്ടിരുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പാണ്. Yet I believe that there is truth in what is being told here. അങ്ങനെ ഇരിക്കെ തന്നെ ഈ ഒരു വചനത്തിൽ സത്യം എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because the Father whom we speak to is God. എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഈ പിതാവ് ദൈവമാണ്. The least we can do is to think before we pray. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ആലോചിച്ചിട്ട് പ്രാർത്ഥിക്കുക. Sometimes I really wonder that, sometimes when people are asked to pray, they start praying the next second. I can't understand how some people are so they are, because at least I think most people will have to think what to pray. പല പ്രാവശ്യം ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്ക് അടുത്ത സെക്കൻഡ് തന്നെ ആൾക്കാരങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതെങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പ്രാർത്ഥിക്കാൻ മുമ്പായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുക, ആലോചിക്കുകയും ചെയ്യണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ പ്രാർത്ഥിക്കേണ്ടേ? ഇത്ര ധൃതി എങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. May I humbly suggest to all my hearers that anytime you are asked to pray, I don't think a sword is on your neck that you have to pray the next second. You may please take few deep breaths. You may please take few seconds. You may please be silent for some time. No problem. Nothing. God's wrath is not going to come upon you. എന്നെ കേൾക്കുന്നവരോട് ഞാൻ സൗമ്യതയോടാണ് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നിങ്ങളോട് അഥവാ പ്രാർത്ഥിക്കാൻ ഒന്ന് പറയുവാണെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ പ്രാർത്ഥിക്കേണ്ട ആ ഒരു സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് സെക്കൻഡുകൾ ഒന്ന് മൗനമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങാവുന്നതാണ്. I mean to say the extempore kind of prayers. If you are already told, okay, at the end of this you should have to pray, then you have time. But many times in a prayer, in a Bible study or in some other places, somebody is asked you to pray and we just start off. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ചില സമയത്ത് ബൈബിൾ സ്റ്റഡിയിലോ വേറെ ഗ്രൂപ്പിലോ ഒക്കെ മീറ്റിങ്ങിനിടയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാമോ എന്ന് പറയുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കണ്ടേ? അതിനകത്ത് ഒരുക്കം നേരത്തെ പറയാതെ തന്നെ നിങ്ങളോട് അന്നേരം പറയുന്ന ഒരു കാര്യമാണ്. അന്നേരം ചെറുതായിട്ടൊന്ന് സമയം എടുത്തിട്ട് നിങ്ങൾക്ക്. Because in the word it is very clearly said that we do not know how to pray as we ought to pray. It's not that we exactly know how to pray. എന്താന്ന് വെച്ചാൽ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്
എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ എന്ന് തന്നെ നമ്മൾക്ക് അറിയത്തില്ല എന്ന്. Because we want to not just pray. എന്താന്ന് വെച്ചാൽ ചുമ്മാതെ I mean, ചില കാര്യങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചു കൂട്ടുക എന്നല്ലല്ലോ നമ്മുടെ in ഉദ്ദേശം. other words, somebody asks us to pray for somebody else's illness. It is not that we have a standard set of things that we anyway are going to say for every case. The same thing in every prayer. Oh, so somebody says pray for an illness. So we already have a set thing. So you type in prayer and the whole web page comes and you just reel off that prayer for A, B, C, D, E, F, any kind of person who comes, you pray the same prayer. I'm afraid, I think that's not the way to pray. ഉദാഹരണത്തിന് ഇപ്പോൾ രോഗിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറയുമ്പോൾ പല പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഫോർമുല എന്നുള്ള രീതിയിൽ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ എന്നാ ഇന്നതേ പ്രാർത്ഥിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് അത് മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങ് പോകുന്ന. അത് രോഗിയായിട്ടുള്ള എ എന്ന വ്യക്തിയാണോ, ബി എന്ന വ്യക്തിയാണോ, സി എന്ന വ്യക്തിയാണോ, അവരുടെ അവസ്ഥ അനുസരിച്ച് ദൈവം എന്തുവാണ് കാണിക്കുന്നത് അതനുസരിച്ച് ഒന്നും പ്രാർത്ഥിക്കാതെ ഒരേ രീതിയിൽ ഒരേ ഫോർമുല പോലെയുള്ള പ്രാർത്ഥനകളാണ് പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. I feel many of our prayers are basically informing God. ഞാൻ വിശ്വസിക്കുന്ന പല പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥനകള് ദൈവത്തിന് ചില കാര്യങ്ങള് അറിയിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയും കൂടെയാണ് നടക്കുന്നത്. But I feel prayer should be more than just informing God. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തിനെ ചില കാര്യങ്ങൾ അറിയിക്കുക മാത്രമല്ല, അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ്. It is not that I say, oh brother, no, oh God, you know that this brother is suffering and he is having so much difficulty and you know that this is happening. Well, he knows and we know. So I think God will ask us, so son, what are you asking me to do? പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന ഈ സഹോദരൻ കഷ്ടപ്പെടുവാണ്, രോഗത്തിലാണ്, വേദനയിലാണല്ലോ എന്നൊക്കെ നമ്മളെ ചില കാര്യങ്ങൾ ദൈവത്തിനെ അറിയിക്കുക. അപ്പൊ ദൈവം നമ്മളോട് എന്തുവാ പറയുന്നത്? അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്. So even the disciples of Jesus asked Jesus, teach us how to pray. യേശുവിന്റെ ശിഷ്യന്മാർ പോലും യേശുവിന്റെ അടുത്ത് വന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. Because John the Baptist was teaching his disciples how to pray. എന്താന്ന് വെച്ചാൽ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. In other words, as people who are teaching in the church, we cannot just assume that everybody will pray because you can speak in Malayalam or you can speak in English, so you can pray. No, there people need to learn to pray. അപ്പോൾ ഉപദേഷ്ടാക്കളായിട്ടുള്ള സഭയിലുള്ള വ്യക്തികൾ ഈ കാര്യം മനസ്സിലാക്കണം. എല്ലാവർക്കും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ സംസാരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിക്കാൻ അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത്. Now please note that I am not saying about using flowery language so that God can hear or God can be impressed. Some people say, brother, I don't know to pray, What they mean is, I'm not good in Malayalam or I'm not good in English. They are basically saying I'm not good in the language. Sorry, I'm not speaking about being good in language right now. ഇപ്പോൾ നമ്മുടെ ഭാഷ ഏറ്റവും നല്ലതായിരിക്കണം, അലങ്കാര ഭാഷ ഉപയോഗിച്ച് ദൈവത്തിനെ ഒന്ന് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷ പറയണം എന്നല്ല. പല പ്രാവശ്യം ചില വിശ്വാസികൾ ഇങ്ങനെ പറയാറുണ്ട്, സഹോദര എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവര് പറയുന്ന സാരം ഇതാണ്, എനിക്ക് നല്ല വാക്കുചാതുര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയത്തില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. So today the first point which I am placing before you is, we need to learn to pray. We need to grow in that learning to pray. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്.
നമ്മൾ പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തിൽ വളരേണ്ടതായിട്ടുണ്ട്. We need to learn to pray according to the will of God. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. So that brings me to the second point which I want to say today. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. How do we know the will of God? ദൈവഹിതം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? How do we know the will of God? ദൈവഹിതം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? It is through His word. അത് ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. In other words, you see, only a person who is growing in understanding of God's word can truly increase in learning to pray. വേറൊരു രീതിയിൽ പറഞ്ഞാല് ദൈവവചനത്തിന്റെ മനസ്സിലാക്കലുകളിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനയിലും വളർന്നു വരാൻ പറ്റത്തുള്ളൂ. Again, I am not saying that you must become teachers of God's word. I am just saying that you must grow in understanding of the ways of God. നിങ്ങളെല്ലാവരും ദൈവവചനത്തിന്റെ ഉപദേഷ്ടാക്കളാകണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ദൈവവചനത്തിന്റെ മനസ്സിലാക്കലുകളിൽ നിങ്ങൾ വളർന്നു വരണം എന്നാണ്. In other words, what I am saying is a person cannot say, well, I have nothing to do with the written word of God. I am a person who basically prays. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ഓ എഴുതപ്പെട്ട ദൈവവചനമോ, ഓ അതൊന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. A person cannot say, I'm a prayer specialist. Yeah, you may be more into prayer and you may not be into teaching of God's word, but you cannot be praying without being involved with the understanding of God through His word. അപ്പം നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ പറയരുത്, ഓ ഞാനൊരു പ്രാർത്ഥനയുടെ വിദഗ്ധനാണ്, ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾക്ക് ദൈവവചനവുമായിട്ട് ചേർന്ന് അതില് ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മൾ ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. So we need to receive from the written word of God. അതുകൊണ്ട് എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. And as we receive more and more revelation of who God is, what kind of a person He is, what does He hate, what does He love, what are His ways, then we will be able to pray more effectively. അപ്പോൾ ഈ എഴുതപ്പെട്ട ദൈവവചനത്തിന് ദൈവം ആരാണെന്നും ദൈവത്തിന് എന്തുവാ ഇഷ്ടം, ദൈവത്തിന് എന്തുവാ ഇഷ്ടമില്ലാത്തത്, ദൈവത്തിന്റെ വഴികൾ എന്തുവാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ, ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. Hallelujah. Hallelujah. So that takes me to the next area, and that is, let us learn from Apostle Paul some things about prayer. അപ്പോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത മേഖലയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. So, well, the epistles are filled with many wonderful prayers of Apostle Paul. ഈ ലേഖനങ്ങള് നിറയെ അപ്പോസ്തലനായ പൗലോസിന്റെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ട്. And indeed we can we can really understand and learn many things from him about prayer. പൗലോസ് അപ്പോസ്തലനിൽ കൂടെ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നമുക്ക് ചെയ്യാം. Today and the next Sunday I would be referring to few of his prayers.
ഇന്നും പിന്നെ അടുത്ത ഞായറാഴ്ചയും പൗലോസ് അപ്പോസ്തലന്റെ ചില പ്രാർത്ഥനകളെ എടുത്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. So today I would refer to his prayer in the book of Ephesians. ഇന്ന് ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന എടുത്ത് സംസാരിക്കുന്നതായിരിക്കും. I would use the prayers from the chapter 1 and chapter 3. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെയും 3-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളായിരിക്കും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. The prayer in chapter 1, I would quickly go through that. 1-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയിൽ കൂടെ ഞാൻ ഒന്ന് വേഗം കടന്നു പോകട്ടെ. And I would spend little more time in the prayer which is in chapter 3 of Ephesians. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ കൂടുതൽ നേരം പങ്കുവെക്കുന്നതായിരിക്കും. So chapter 1, Ephesians chapter 1 verses 15 to 19a. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 15 തൊട്ട് 19 ആദ്യത്തെ ഭാഗം വരെ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. I would ask Shanti to please read in Malayalam. ശാന്തി മലയാളത്തിൽ വായിക്കും. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Yes. Well, if Apostle Paul was with us today, ഇന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, in his presence, I would have joked that probably we don't need to learn to make so big sentences in prayer as Apostle Paul made. One long sentence he makes. So maybe it's very difficult to learn that from him. And I don't think we need to necessarily learn that aspect from him. അദ്ദേഹം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞേനെ. അപ്പോസ്തലനായ പൗലോസ് എഴുതി ഈ പ്രാർത്ഥന ഇത്രയും നീളമുള്ള ഒരു വാക്കിനാൽ എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യം നമുക്ക് പഠിക്കണ്ട, നീളത്തിലുള്ള ഒറ്റ വാക്ക് പ്രാർത്ഥന. Maybe some of you are very talented in that. Please go ahead. But I think most of the common hoi polloi like us, may not be able to stitch together such long sentences. ചിലപ്പോൾ നിങ്ങളിൽ ചില മലയാളത്തിന്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാര് ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. പക്ഷെ എന്നെ പോലുള്ള സാധാരണ ആൾക്കാര് ഇങ്ങനത്തെ നീണ്ട വാക്യങ്ങളൊക്കെ ഒന്നിച്ചു കൂട്ടി ചേർത്ത് ഒറ്റ വാക്യമായിട്ട് ഒറ്റ പ്രാർത്ഥനയായിട്ട് പറയാൻ പറ്റത്തില്ല. But we have very wonderful things to learn from him through this prayer. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിൽ കൂടെ, അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രാർത്ഥനയിൽ കൂടെ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. You see, as soon as he heard that these people in Ephesus had, they were genuine Christians. ഈ എഫേസോസിലുള്ള വിശ്വാസികള് ശരിയായിട്ടുള്ള വിശ്വാസം ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ he began praying for them. പൗലോസ് അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Now, how did he know that they were genuine Christians? അവരുടെ ഈ വിശ്വാസം സത്യമായിട്ടുള്ള വിശ്വാസമാണെന്ന് പൗലോസിന് എങ്ങനെയാണ് മനസ്സിലായത്? He heard about their faith and he heard about their love. പൗലോസ് അപ്പോസ്തലൻ ഈ വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ സ്നേഹത്തെക്കുറിച്ചും കേട്ടറിഞ്ഞു. In other words, faith in Lord Jesus and love for the saints are
two of the marks of genuine Christians. ചുരുക്കം പറഞ്ഞാൽ സത്യമായിട്ടുള്ള വിശ്വാസികളുടെ ആ ഒരു അടയാളം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള ശരിയായിട്ടുള്ള വിശ്വാസവും മറ്റു വിശ്വാസികളോട് ശരിയായിട്ടുള്ള സ്നേഹവും അതാണ്. Now, imagine you hear that maybe some people in Bangalore or some other place, they really love other believers and they really believe in Jesus Christ. Now, what would you do? ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഉദാഹരണത്തിന് ബാംഗ്ലൂരിലുള്ള ചില വിശ്വാസികൾ, അവരുടെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു. അവര് യേശു ക്രിസ്തുവിൽ ആഴത്തിലുള്ള നല്ല വിശ്വാസവും അവര് മറ്റു വിശ്വാസികളെ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. The immediate thing would be, oh, so they are already good Christians, so let's pray for somebody else now, so that they will become Christians, because now that these people are Christians, so what more to pray? അപ്പോൾ നമ്മൾ ചിലപ്പോ പൗലോസിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ ബാംഗ്ലൂരിലുള്ള വിശ്വാസികളെ കുറിച്ച് കേൾക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിച്ചേന്, ഏതായാലും ഇവർക്ക് നല്ല വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, എന്നാ പിന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഇനിയും പക്വതയില്ലാത്ത ചില വിശ്വാസികൾ മറ്റു സ്ഥലങ്ങളിലുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. Of course, he did not say they were mature, but they had faith and they had faith in Jesus and they had love for saints. ഈ ബാംഗ്ലൂരിലുള്ള എഫേസോസിലുള്ള വിശ്വാസികളെ കുറിച്ച് പൗലോസ് പക്വതയുണ്ടെന്ന് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർക്ക് ദൈവത്തിനോട്, യേശുവിനോട് സത്യമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. മറ്റു വിശ്വാസികളോട് ഒരു ആഴമായിട്ടുള്ള സത്യത്തിലുള്ള സ്നേഹവും ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. So the first thing he does is, he says he does not stop giving thanks for them. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമേ പൗലോസ് എഴുതുന്ന ഇതാണ്, ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ഞാൻ നന്ദി പറയുവാണ്. Dear brothers and sisters, that's one thing we can learn from Apostle Paul. He gives thanks for the believers. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൗലോസിൽ നിന്നും പഠിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്. പൗലോസ് എഫേസസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നു. Now some of you may be saying, brother, I think the people in Ephesus were very nice believers and maybe that is why he thanked for them. അപ്പോ നിങ്ങളിൽ ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം, സഹോദര, ഈ എഫേസോസിലുള്ള വിശ്വാസികള് ചിലപ്പോ നല്ല വിശ്വാസികളായിരിക്കും, അതുകൊണ്ടാ പൗലോസ് അവർക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നത്. Well, I would not ask you to open that verse, but in 1 Corinthians chapter 1 verse 4 he says, I thank my God always concerning you. So he was thanking for the people in Corinthian church, which was a church where there were so many problems. ഇപ്പോൾ ഞാനൊരു വാക്യം 1 കൊരിന്ത്യർ 1:4 വാക്യം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ അത് എടുക്കണ്ട. പക്ഷെ അവിടെ ഇങ്ങനെയാണ് പൗലോസ് കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയാറുണ്ട് എന്ന്. You see, I want to ask you all that when you pray for other believers, do you give thanks to God for them? Do you give thanks to God that, oh Lord, you have done a work in their life and you have caused them to be born again? Are you thankful to God for them? അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങള് മറ്റു വിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി നന്ദി പറയാറുണ്ടോ? ദൈവമേ, അവരുടെ വിശ്വാസത്തിനായിട്ടും അങ്ങയുടെ അവരിലുള്ള വേലയ്ക്കായിട്ടും ഒക്കെ നന്ദി എന്ന് പറയാറുണ്ടോ? By the way, if we thank God for somebody, then it is very difficult to criticize them also. ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് നന്ദി പറയുവാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് കുറ്റം പറയാൻ പ്രയാസമായിരിക്കും. പിന്നെ So, a small tip from me. If you are a person with a critical attitude, try giving thanks to God for people. You will become less critical. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് ഇങ്ങനെ പൊതുവെ critical attitude.
നിങ്ങൾ പൊതുവെ ഒരു കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഞൊടി വിദ്യ ഞാൻ പറഞ്ഞു തരട്ടെ. ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങുക. അന്നേരം നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുന്ന പ്രവണത അത് കുറയുവാൻ തുടങ്ങും. And he prays that the Lord may give to you something, give to you spirit of wisdom and revelation. എന്നിട്ട് പൗലോസ് ഇങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം നൽകട്ടെ. എന്തുവാണ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്? ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. What is this spirit of wisdom and revelation? ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് എന്ന് പറയുമ്പോൾ അതെന്തുവാണ്? Is it some very, what is the spirit of wisdom and revelation? എന്തുവാണ് ഈ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ്? നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഏതാണ്ട് ഭയങ്കരമായിട്ടുള്ള ആവി പോലത്തെ എന്തോ കാര്യമാണോ എന്ന് തോന്നിപ്പോ. I believe spirit of wisdom and revelation means God enabling people to get wisdom through his word. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതിതായിരിക്കണം. ദൈവവചനത്തിൽ നിന്നും ദൈവം പരിജ്ഞാനം തരുന്നു. You see, many people read the Bible, but very few get some wisdom and revelation. പല ആൾക്കാർ ദൈവവചനം വായിക്കാറുണ്ട്, പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർക്ക് അതിൽ നിന്നും വെളിപാട് പ്രാപിക്കാറുള്ളൂ. It is very important for us that God helps us to understand certain things. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ നമ്മളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കേണ്ടതാണ് എന്ന് ഉള്ള കാര്യം വളരെ പ്രാധാന്യമേറിയതാണ്. Because only if God enables the believers can they see more. എന്താന്ന് വെച്ചാൽ ദൈവം തന്നെ വിശ്വാസികളെ സഹായിച്ചാൽ മാത്രമേ അവര് ചില കാര്യങ്ങൾ കൂടുതലായിട്ട് കാണത്തുള്ളൂ. You see, spiritual things cannot be just injected to people. ഈ ആത്മീയ കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ മരുന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് പോലെ കുത്തിവെച്ച് ഒരു വ്യക്തിക്കകത്ത് കേറ്റാൻ പറ്റത്തില്ല. If that were the case, well, we all could have given multiple injections to you all. അങ്ങനെ സാധ്യമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പല പ്രാവശ്യം ഇങ്ങനത്തെ കുത്തിവെപ്പ് തന്നെന്ന് നിങ്ങളുടെ ആത്മീയത കൂട്ടാമായിരുന്നു. Of course, we will take modules and we will teach and we will take seminars. But even as we are doing that, we are acutely aware that unless God gives you a spirit of wisdom and revelation, you will remain blind. You cannot see spiritual things. സഭാ നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മോഡ്യൂൾസ്, പല ക്ലാസ്സുകള് ഒക്കെ, വർക്ക്ഷോപ്സും ഒക്കെ, സെമിനാർസും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കെ തന്നെ ഞങ്ങൾക്ക് വളരെയധികം ബോധവാന്മാരായിട്ടുള്ള ആണ്. ദൈവം നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സഹായിച്ചില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യമല്ല. Dear brothers and sisters, we must understand that spiritual things are things which are of the spirit. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആത്മാവിന്റെ കാര്യങ്ങൾ തന്നെയാണ്. It cannot be understood with mere intelligence. Intelligence is good, but mere intelligence is not enough. ഇങ്ങനത്തെ ആത്മീയ കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ബുദ്ധി വളരെ പ്രാധാന്യമാണ്, അത് വേണം. പക്ഷെ ബുദ്ധി മാത്രം കൊണ്ട് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ആത്മീയ കാര്യങ്ങൾ. I can keep talking to you about hope in the time of pandemic, but if you have to personally realize that you have a hope in Jesus, that has to come only if that will come only if your eyes are opened. ഞാൻ നിങ്ങളോട് ഈ മഹാമാരിയുടെ സമയത്തുള്ള പ്രത്യാശ എന്നുള്ള ആ വിഷയത്തിനെ കുറിച്ച് ഒത്തിരി പ്രാവശ്യം പല കാര്യങ്ങളും പ്രസംഗിച്ച് കൊടുക്കാം. പക്ഷേ
ഈ മഹാമാരിയുടെ സമയത്ത് യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ സഹായത്തോടെ മാത്രമേ അത് സാധ്യമാണ്. Sometimes I have been witness to desperate attempts by life group leaders and other believers to encourage a believer. പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ചില ലൈഫ് ഗ്രൂപ്പ് ലീഡേഴ്സോ അല്ലെങ്കിൽ വേറെ വിശ്വാസികള് മറ്റു വിശ്വാസികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അങ്ങ് അവര് പല രീതിയിലുള്ള ശ്രമം അങ്ങ് നടത്തുകയാണ്. Now the problem in some cases is that the people's eyes are not open, so no matter what you say, when they are in trouble, they are heavily worried, they don't have any hope. At that time we want to emergency spiritual ICU, we are injecting hope. Well, I'm sorry, I don't think that things are going to happen this way. അപ്പോൾ ചില വിശ്വാസികളുണ്ട്, അവർ ഈ മഹാമാരിയുടെ കടന്നു പോകുമ്പോൾ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവാണ്. പക്ഷെ അവര് ദൈവത്തിൽ നിന്നും വെളിപാട് പ്രാപിക്കാത്ത വ്യക്തികളായതുകൊണ്ട് അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് ചിലപ്പം പ്രത്യാശ കിട്ടത്തില്ലായിരിക്കും. പക്ഷെ മറ്റു വിശ്വാസികൾ അവരെ എങ്ങനെയെങ്കിലും പ്രത്യാശ ICUവിൽ കയറ്റി കുത്തി വെപ്പിക്കുന്ന പോലെ വെക്കാനുള്ള പല ശ്രമങ്ങൾ നടത്താറുണ്ട്. We suddenly give verses and God shall do this and God will do this. It's almost like they are completely blind and you are just showing many things to them. Dear brothers and sisters, it's only to the degree that we can see we will be able to appreciate God and we will be able to appreciate what God has kept for us and has done for us. അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ കഷ്ടതയിലുള്ള വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ ദൈവവചനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ വലിയ പ്രയോജനം കാണുന്നില്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഏത് അളവ് വരെയാണ് നമ്മുടെ ഉൾക്കാഴ്ചകൾ തുറന്നിട്ടുള്ളത്, ആ ഒരു അളവ് വരെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. Now it's very interesting that Apostle Paul is speaking here of giving a spirit of wisdom and revelation, eyes of heart being opened, etc. എഫേസ്യർ 1:15 തൊട്ട് വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട്, ജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവിനെ തരണമേ, നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. And now when we go to this chapter 3, എന്നിട്ട് നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ we see few more things. നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടെ കാണുന്നുണ്ട്. And then I will conclude today's message. അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ സന്ദേശത്തിനെ അവസാനിപ്പിക്കും. Chapter 3 verses 14 to 21. എഫേസ്യർ 3-ാമത്തെ അധ്യായത്തിന്റെ 14 തൊട്ട് 21 വരെ. Again Apostle Paul, he's remember Paul is not writing, he is dictating and somebody is writing. So he verses 14 to 21 is basically 2 long sentences. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് പൗലോസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഖനമല്ല. പൗലോസ് ഈ കാര്യങ്ങൾ, തന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ ഒരാള് ഇത് എഴുതി വെച്ചതാണ്. അപ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ It's basically 2 long sentences. നമ്മൾ വായിക്കുമ്പോൾ അത് 2 നീണ്ട വാക്യങ്ങളാണ്. Verses 14 to 19 contains 86 words. 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളില് 86 വാക്കുകളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. And verses 20 and 21 has 37 words in Greek. 20 21 വാക്യത്തില് 37 വാക്കുകളാണ് ഗ്രീക്ക് ഭാഷയിൽ ഉള്ളത്. Anyway, it's like, when you say, as parents, when we give chapati to small children, we break it into many pieces and give. So I think in this case, we also have to break it into pieces. Otherwise, it will get stuck in our throat, this whole sentence. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ചപ്പാത്തി കൊടുക്കുമ്പോൾ
ഒരു വലിയ കഷ്ണങ്ങളായിട്ടല്ല കൊടുക്കുന്നത്, കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ കൊച്ചുകുട്ടികളുടെ വായിൽ വെച്ച് കൊടുക്കുന്നത്. Only, not only that, we also have to break and eat, otherwise we will get choked. നമ്മൾ കഴിക്കുമ്പോൾ പോലും ആ ചപ്പാത്തി മുഴുവനേ വായിക്കകത്തോട്ട് കേറ്റാറില്ല, അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തില്ല ചിലപ്പോ തൊണ്ടയ്ക്കകത്ത് കുരുങ്ങി നമുക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. അതേപോലെ തന്നെ ഈ വചനത്തിനെ ഇനി നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് നോക്കാം. So Ephesians 3, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം verses 14 onwards. 14 തൊട്ട് നമുക്കൊന്ന് വായിക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. Well, I would like to take few phrases from this prayer of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ പ്രാർത്ഥനയിൽ നിന്നും ചില പദങ്ങൾ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. He says, I bow my knees. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എന്റെ മുട്ടുകുത്തുന്നു എന്ന്. I bow my knees before the Father, not before the King, but before the Father. പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്നാണ് പറയുന്നത്, രാജാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്നല്ല പറയുന്നത്. But still, even though he goes before his father, he bows his knees. എന്തോ ആണെങ്കിലും ശരി, പിതാവിന്റെ അടുത്തേക്ക് പോവാണെങ്കിൽ പോലും അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തുന്നു. And in other words, he is showing great respect. അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാല് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന് മുമ്പാകെ വളരെ താഴ്മയോടെ ബഹുമാനത്തോടെ നിൽക്കുന്നു. Now, what is Apostle Paul basically praying here? അപ്പോൾ ഈ വേദഭാഗത്തില് അപ്പോസ്തലനായ പൗലോസ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? He is basically praying for power. ബേസിക്കായിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ശക്തിക്ക് വേണ്ടിയാണ്. Now, don't get me wrong. You see, many people, as soon as they hear power, they think of miracles and healings. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈ ശക്തി എന്ന് പറയുന്ന ഉടനെ ചില വിശ്വാസികൾ ചിന്തിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങള്, സൗഖ്യങ്ങള് എന്ന്. But here he is saying, he is praying that the Ephesian believers would be strengthened with power. അപ്പോ ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, എഫേസോസിലുള്ള വിശ്വാസികൾ ശക്തിയാൽ ബലപ്പെട്ടു വരട്ടെ എന്ന്. Oh, and this power will come through the Holy Spirit actually. എന്നിട്ട് ഈ ഒരു ശക്തി പരിശുദ്ധാത്മാവിലാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. Okay, so he is praying for power. അപ്പോൾ അദ്ദേഹം ശക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. But this power is for the inner man. പക്ഷെ ഈ ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടിയാണ്. Oh, that's interesting. This power is not for the outer man, this is for the inner man. അയ്യോ, അത് വളരെ താല്പര്യം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഈ ശക്തി പുറമേ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചുള്ളതല്ല, അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. And why this power is required? എന്നിട്ട് ഈ ശക്തി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണുള്ളത്? So that Christ may dwell in your hearts. എന്തിനാന്ന് വെച്ചാൽ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. Now you would say, hello, chapter 1 onwards, they are already believers.
the people in Ephesus are to whom Paul writes is already believers, and Christ is already in them. So why do you have to pray that Christ may dwell in them? അപ്പോൾ നിങ്ങൾ പറയാം, ഇതെന്തുവാ? ഒന്നാമത്തെ അധ്യായം തൊട്ട് നമുക്ക് മനസ്സിലാവണ്ടേ എഫെസോസിലെ ആൾക്കാർ വിശ്വാസികളായിരുന്നു എന്ന്. പിന്നെന്തോ ഇവിടെ എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തു അവരിൽ വസിക്കേണ്ടതിന് എന്നൊക്കെ. Well, without going too much into detail, let me tell you that means that, it's not that Christ may live in them, it's that Christ may dwell. Christ will be more comfortable in their lives. In other words, that the believers may be more and more transformed and sanctified in their inner man. അപ്പോൾ യേശു ക്രിസ്തു ആദ്യമായിട്ട് അവരുടെ ഉള്ളിൽ വന്ന് വസിക്കേണ്ട കാര്യമല്ല. യേശു ക്രിസ്തുവിന് അവിടെ വസിക്കാൻ ഇടം കിട്ടാനും അവർ കൂടുതലായിട്ട് യേശുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു യാഥാർത്ഥ്യത്തിനെ പറ്റിയാണ് പൗലോസ്. So he is praying for power to be given to believers so that they may be transformed. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ശക്തിക്ക് വേണ്ടിയാണ്. അതിന്റെ ഉദ്ദേശം ഇതാണ്, അവരുടെ യേശു ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ശക്തിയാണ്. And second, his prayer is also that this power is also required so that the believers may be able to comprehend and understand how much God loves them. എന്നിട്ട് രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ ശക്തി അവരെ പ്രാപിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വലിപ്പം എന്തുമാത്രമാണെന്ന് അവരെ ഗ്രഹിക്കട്ടെ. അതിനുവേണ്ടിയാണ്. So please note that Apostle Paul Hello, can you hear me? Yes. Sorry for that. So the thing is, we find Apostle Paul praying for the inner man. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഇതാണ്, പൗലോസ് അപ്പോസ്തലൻ അവരുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. My question to you all is, how much when you pray for others, how much do you pray for the inner person and how much do you pray for the outer person? അപ്പോൾ എൻ്റെ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, പുറമേ ഉള്ള മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്? I am afraid I think most of the prayers, even intercessory prayers, are for people's diseases to go, deliverances to come, provisions to come, financial help to come. I am not suggesting that these are not worthy reasons to pray. All I am saying is, if 90% of our prayer is only for this, probably we are not praying like Paul prayed. Of course, I am not even suggesting Paul didn't pray for individual believers, joint pains, etc. But I certainly believe that Paul prayed a lot for people's inner person, and we must also pray for people's inner person more than what we are praying now. എന്റെ ഒരു ബലമായിട്ടുള്ള വിശ്വാസം ഇതാ, നമ്മുടെ പല പ്രാർത്ഥനകൾ ഇന്റർസെസറി പ്രയറിലും ഒക്കെ നമ്മൾ പുറമേ ഉള്ള മനുഷ്യന്റെ രോഗം മാറാനും വിടുതൽ കിട്ടാനും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതലായിട്ടും നടക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അർത്ഥം പൗലോസ് ഇങ്ങനെ രോഗം മാറാനോ വിടുതൽ കിട്ടാൻ വേണ്ടിയോ വ്യക്തിപരമായിട്ട് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം, പക്ഷേ
കൂടുതൽ ഭൂരിപക്ഷം നമ്മുടെ പ്രാർത്ഥനകൾ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. I remember a very sound piece of advice given by Pastor Jeffy to some of us long back, many years back. When he used to say that repeatedly, actually. വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ജെഫി വളരെ ഒരു നല്ല ഒരു അഡ്വൈസ് ഞങ്ങൾക്ക് തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. He was telling to cell group leaders and other people, you see, when you go visit people, don't only teach them about, for example, if somebody is going through financial trouble, so naturally we will only teach God will care for you, God will care for you. Don't only focus on the immediate felt needs. Remember to talk to them about the basic things of God and truths. We may think it is not relevant to them at that time, but actually that is very important for them also, even as they have a felt need at that time. അദ്ദേഹം ഞങ്ങളെ ലൈഫ് ഗ്രൂപ്പ് ലീഡേഴ്സിനോടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളോട് ഉണ്ടായ, നമ്മളൊരു വിശ്വാസിയുടെ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് ഉദാഹരണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ സാമ്പത്തികപരമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറി അവിടെ ദൈവത്തിന്റെ വിടുതൽ കാണാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അത് പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റ് പല ദൈവിക കാര്യങ്ങളും അവരിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഉടനെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. അവര് ദൈവത്തിൽ അടിസ്ഥാനപ്പെടുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ, അതിന്റെ ഫലം ഉടനെ നമ്മൾ കാണത്തില്ലായിരിക്കും, പിന്നെ കാണത്തുള്ളൂ. പക്ഷെ അതും നമ്മൾ അവരിൽ ഇടേണ്ടതായിട്ടുള്ളത്. Now he was talking about teaching, but let me tell the same thing about prayer. അപ്പോ ഇത് വചനത്തിൽ നിന്ന് ഉപദേശിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു പാസ്റ്റർ ജെഫി പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് പ്രാർത്ഥനയിലും ഇങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നാണ്. Let me give you an example. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് തരട്ടെ. So here is a guy who has a fever and body pain. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് പനിയുണ്ട്, ദേഹവേദനയുണ്ട്. That person is panicking like anything. അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ആകെ വേവലാതിപ്പെടുകയാണ്. So definitely, because we love that believer, brother, we will pray, Lord, grant him peace, grant him deliverance. നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ വ്യക്തിക്ക് വിടുതൽ കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്നൊക്കെ നമ്മൾ പറയും. But this believer is a believer for 10 years. പക്ഷെ ഈ വിശ്വാസി എന്ന് പറയുന്നത് 10 വർഷമായിട്ട് വിശ്വാസത്തിലാണ്. I'm not talking of any particular one of you. I'm just generally giving an example. അപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് ആരെയെ കുറിച്ചും അല്ല ഇപ്പൊ പറയുന്നത്, ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരികയാണ്. This person is believer for 10 years, and did we pray that Lord let him understand how much you love him? അപ്പോ ഈ ഒരു 10 വർഷമായിട്ട് വിശ്വാസത്തിലായിരിക്കുന്ന വ്യക്തി രോഗത്തിലാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോ ഈ നമ്മുടെ പ്രാർത്ഥനയില് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോ, കർത്താവേ ഈ വ്യക്തി അങ്ങയുടെ സ്നേഹം കൂടുതലായിട്ട് അറിയട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചോ? Because if he knew that God loves him, that person would not have panicked when he had fever and body pain now. എന്താന്ന് വെച്ചാല് ദൈവം തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ തനിക്ക് ഈ പനിയും ദേഹത്തുവേദനയും ഒക്കെ വരുമ്പോ ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടുകയില്ലായിരുന്നു. You see, it is one thing for us to know that God is loving, and it is completely different thing for us to realize that God loves me. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു കാര്യമാണ്. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അത് വേറൊരു കാര്യം തന്നെയാണ്. And that can happen only through the work of the Holy Spirit. ആ ഒരു മനസ്സിലാകലും വെളിപാടും വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി കാരണം മാത്രമാണ്. And that needs power to work in your life. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തിയാണ് വേണ്ടത്. You have suffered tragedies, you have suffered abuse, and if still you have to know that God loves you, indeed a work of God has to happen in your life through the Holy Spirit.
നിങ്ങളുടെ ജീവിതത്തിൽ പല ദുഃഖകരമായിട്ടുള്ള ദുരന്തങ്ങൾ. ദുരന്തങ്ങളും വിഷമകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും. അതിനപ്പുറം ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ നിങ്ങൾക്ക് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ഒരു പ്രവർത്തനം നടന്നാൽ മാത്രമേ അത് സാധിക്കൂ. So there is a person who doesn't come to cell group at all. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി സെൽ ഗ്രൂപ്പിൽ വരുന്നേ ഇല്ല. So we pray, Lord, let him come to cell group. Let him come to cell group. Let him come to cell group. അപ്പൊ നമ്മള് ചിലപ്പോ ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ഓ കർത്താവേ അദ്ദേഹം സെൽ ഗ്രൂപ്പിലേക്ക് വരട്ടെ, സെൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണമേ എന്നൊക്കെ നമ്മൾ. I have a suggestion. He doesn't know that God loves him so much. May his eyes be opened, oh Lord, that you love him so much. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഓ കർത്താവേ ഇദ്ദേഹത്തിനെ അങ്ങ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കാണുവാൻ അദ്ദേഹത്തിന്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. Now, very interesting, this love of God, Apostle Paul is saying, let them understand, let them comprehend this love with all the saints. എന്നിട്ട് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 18-ാമത്തെ അധ്യായത്തില് ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ. Oh, I thought that I should be a hermit and be in a room and pray for 10 hours alone, not be in touch with other believers, other lesser believers. I will know the love of God will flow through me. Sorry, it is with all other saints. Please be involved with other lesser saints and you will know the love of God more. അയ്യോ, ഇതെന്താണോ മറ്റു വിശ്വാസികളോട് കൂടെ ആണ് ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും അറിയുന്നെന്നോ? ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഋഷിമുനിയെ പോലെ ഒരു മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ ഈ മറ്റ് സഹിക്കാൻ പറ്റാത്ത ചില വിശ്വാസികളുണ്ട്, അവരുമായിട്ട് കൂട്ടൊന്നും ഇരിക്കാതെ ഇടപെടാതെ ഇരിക്കുമ്പോഴായിരിക്കും ദൈവസ്നേഹം ഞാൻ അറിയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, മറ്റു വിശ്വാസികളുമായിട്ടുമൊക്കെ ഇടപെട്ട് അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ അറിയാം. And Paul kind of ends this prayer by saying that, in other words, he's saying, Lord, strengthen these believers with power so that they can know, they can be transformed, number one, and they can know how much you love them, number two, so that they may be filled to all the fullness of God. അപ്പോൾ ഈ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ ഈ വിശ്വാസികളെ അങ്ങയുടെ ശക്തിയാൽ ബലപ്പെടുത്തണമേ. എന്തിനു വേണ്ടി ബലപ്പെടുത്തണം? അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുവാൻ വേണ്ടി, ഒന്നാമത്. രണ്ടാമത്, അവര് മറ്റ് വിശുദ്ധന്മാരോട് കൂടി ദൈവസ്നേഹത്തിനെ അറിയാൻ വേണ്ടി. അങ്ങനെ അറിയുമ്പോൾ എന്തുവാണ് പറ്റുന്നത്? അവര് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യും. Well, yesterday was my 50th birthday. ഇന്നലെ എന്റെ 50-ാമത്തെ ജന്മദിനമായിരുന്നു. Thank you for all your love and prayers and wishes. നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സ്നേഹത്തിനായിട്ടും വിശ്വസിനായിട്ടും വളരെയധികം നന്ദി. I told one auntie. ഒരു ആന്റി എന്നെ വിളിച്ചപ്പോ ഞാൻ ആന്റിയോട് ഇങ്ങനെയാ പറഞ്ഞു, Auntie, when you pray for me, don't think that, oh, what to pray for Sunil brother? He is teaching the word and everything. What to pray for him? Most people, I believe, when they pray for people like Pastor Vino or the Pastor Jeffy or other leaders, I think basically what they pray is, Lord, use them. ഇന്നലെ ആന്റിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാണ് പ്രാർത്ഥിക്കേണ്ടത്? പല പ്രാവശ്യം നമ്മളിൽ പലരും നമ്മുടെ സഭാ നേതാക്കന്മാർക്ക് വേണ്ടി, പാസ്റ്റർ വിനോദിനോ പാസ്റ്റർ ജെഫിക്കോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് ദൈവമേ അവരെ ഉപയോഗിക്കണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളായിരിക്കും. I don't know, if you find such words in Bible, you please let me know. Use me. Why should God use me? Who am I? അപ്പോ
ദൈവമേ അവരെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ ബൈബിളിൽ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. എന്തിനാണ് ദൈവം എന്നെ ഉപയോഗിക്കേണ്ടത്? ഞാൻ ഏതാണ്ട് വലിയ ആളാണോ? In fact, some people, as soon as they pray for leaders, immediately they use the word nations. May God use them in the nations. പല പ്രാവശ്യം സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കും, ഓ രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ ദൈവമേ. Kollam is too small a place, you see. കൊല്ലം എന്ന് പറയുന്ന വളരെ ചെറിയ സ്ഥലമാണ്, അതിനപ്പുറമായിട്ട് രാജ്യങ്ങളിൽ. Oh, dear brothers and sisters, Jesus Christ worked in a very small area, you know. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു പ്രവർത്തിച്ചത് വളരെ ചെറിയൊരു സ്ഥലത്തായിരുന്നു. In fact, God says, you cleanse yourself so that if God wants to use you, He can use you. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുവീൻ, എന്നിട്ട് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം ഉപയോഗിക്കും, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ. But what would Paul have prayed for the pastors? പൗലോസ് പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നെങ്കിൽ, or for the elders, അല്ലെങ്കിൽ സഭാ മൂപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നെങ്കിൽ എങ്ങനെ പ്രാർത്ഥിച്ചു? he would say that they may be filled to the fullness of God. പൗലോസ് പ്രാർത്ഥിക്കുവായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേനെ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചേനെ. When he prays for the church, he says that they may grow in every aspect unto Him. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അവരെ എല്ലാ മേഖലയിലും ക്രിസ്തുവിൽ വളർന്നു വരട്ടെ. Shall we pray now? നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Hallelujah. Loving Heavenly Father, we come before you. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. It is indeed a great privilege to come before you. അങ്ങയുടെ മുമ്പാകെ വരുന്നത് എത്ര ഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. And in these days, may your people be more aware of the greatness of this privilege that you have given to us, that we can have access to the Almighty God. ഈ വരുന്ന നാളുകളിൽ ദൈവമേ, അങ്ങയുടെ ഈ സർവശക്തനായിട്ടുള്ള ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു വഴി തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ആ വലിയ മഹത്വം മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങള് ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. It is my prayer, Father, that may you, including myself, may you teach us to pray well. ദൈവമേ, ഈ നാളുകളിൽ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും, ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും ശരിയായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. In Jesus' name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.